This news is brought to you by സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. ഇന്നലെ ബഹുമാനായ പയ്യന്നൂർ MLA ചെറുപുഴ പഞ്ചായത്തിൽ വരികയും ചുണ്ട വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് മാധ്യമങ്ങളോടും പൊതുജനങ്ങളോടും ചില കാര്യങ്ങൾ സംവദിക്കുകയുണ്ടായി. അദ്ദേഹം പ്രധാനമായി പറഞ്ഞത് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ചെറുപുഴ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ കോമാളികളായി മാറുന്നത് എന്ന രീതിയിലാണ് അദ്ദേഹം ആ സ്റ്റേറ്റ്മെന്റ് ആരംഭിച്ചത്. എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട MLA തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഒരിക്കലും MLA-നെ അപഹസിക്കാനോ അല്ലെ MLA-യെ കുറച്ച് കാണുവാനോ ഞങ്ങൾ കരുതിയിട്ടില്ല. ആ ഒരു നിവേദനം കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് MLA അങ്ങനെ ഒരു പരാമർശം നടത്തിയത്. രാജഗിരി ജോസ്ഗിരി PW റോഡ് 5 കോടി രൂപയുടെ BNPC വർക്ക് ടെൻഡർ നടപടി പൂർത്തിയായി അന്തിമഘട്ടത്തിലാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഇപ്പോ രാജഗിരി ടൗണിനോട് ചേർന്ന് ആ ഇന്റർലോക്ക് ചെയ്ത ഭാഗത്തോട് ചേർന്ന് ഏകദേശം ഒരു 300 മീറ്റർ ദൂരം വളരെ ശോചനീയാവസ്ഥയിൽ തകർന്ന് തരിപ്പണമായി ആളുകൾക്ക് നടക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള അവസ്ഥയിലാണുള്ളത്. ബസ്സുകളും വാഹനങ്ങളും ഒക്കെ ഓട്ടം നിർത്തിവെക്കുമെന്ന് ഞങ്ങളെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി ആ ഭാഗമൊന്ന് അറ്റകുറ്റപ്പണി നടത്തുന്നതിന് വേണ്ടിയുള്ള അടിയന്തര നടപടി സ്വീകരിക്കുവാൻ AE കണ്ട് ആവശ്യപ്പെട്ടത്. അത് മാത്രമാണ് ഞങ്ങൾ നിവേദനത്തിൽ പറഞ്ഞത്. അല്ലാതെ MLA-യുടെ ഫണ്ട് കൊണ്ടുവന്ന ആ ഒരു പദ്ധതി ഞങ്ങളുടേതാക്കി മാറ്റുവാനോ അത് ഞങ്ങളുടേതായി ഏറ്റെടുക്കുവാനോ ഒക്കെയുള്ള ഒരു തരത്തിലുള്ള ഒരു ആഗ്രഹമോ അങ്ങനെ ഒരു ചിന്തയോ ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. പക്ഷെ MLA ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ആ ഒരു നിവേദനം സാധാരണ പയ്യന്നൂർ MLA വളരെ കാര്യക്ഷമതയോടുകൂടി കാര്യങ്ങളെ വിലയിരുത്തി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് എൻ്റെ മുൻ അനുഭവം. പക്ഷെ ഇക്കാര്യത്തിൽ MLA തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ MLA-യുടെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണ്. MLA ഞാൻ കോമാളി എന്ന് വിളിക്കുന്നില്ല. MLA-യുടെ കൂടെ നിന്ന കുറെ ആളുകൾ കോമാളികളായി മാറിയിട്ടുണ്ട്. അവരെ ജനം കോമാളിയാക്കിയതാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവരുടെ ഈ ജനം, ചെറുപുഴ പഞ്ചായത്തിലെ ജനം അവരിൽ പലരെയും കോമാളികളാക്കി മാറ്റിയതിന്റെ ഉത്തരവാദിത്വം ഞങ്ങളുടെ നേരെ വിരൽ ചൂണ്ടേണ്ടതില്ല. മാധ്യമപ്രവർത്തനവും ഒക്കെ ചെയ്യുമ്പോൾ വ്യക്തികളുടെ പേര് ആരും പരാമർശിക്കാത്തൊരു പേര് അദ്ദേഹം തന്നെ റോഷി ജോസിനെ പയ്യന്നൂർ MLA ട്രോളി എന്ന് പറഞ്ഞ ഒരു വാർത്ത കൊടുക്കേണ്ടതുണ്ടോ എന്ന് അദ്ദേഹം സ്വയം ചിന്തിക്കുക. പത്രമാധ്യമ രംഗത്ത് വലിയ മുടിചൂടാ മന്നന്മാരായ അഭിമാനിക്കുന്നവർ ഇത്രയും താഴ്ന്ന രീതിയിൽ, ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരാകുന്ന രീതിയിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്നത് അതും വളരെ മോശമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം, നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.